ഗാന്ധി കുടുംബം ടൂർ മൂഡിൽ, തീവട്ടികൾ അട്ടിമറി മൂഡിൽ. നമുക്കറിയാം, അല്പസമയം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു, ഗാന്ധി കുടുംബം ടൂർ മൂഡിലാണ്. കേരളത്തിലാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി. അതുപോലെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഇതാ ഇങ്ങ് അടുത്തു കഴിഞ്ഞു. പക്ഷേ ഇവർ വളരെ റിലാക്സ്ഡ് ആണ്, വളരെ ചിൽ ആൻഡ് കൂൾ മൂഡിലാണ്. കുടുംബസമേതം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എല്ലാം വയനാട്ടിൽ സുഖവാസത്തിലാണ്. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചു വിട്ട ആ വയനാട്ടിലാണെന്ന് ഏറ്റവും ദയനീയമായ അവസ്ഥ കോൺഗ്രസിനുള്ളത്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ 3 കോൺഗ്രസ് നേതാക്കന്മാർ, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ ആത്മഹത്യ ചെയ്തു. DCC ട്രഷറർ, വയനാട് TCC ട്രഷറർ NM വിജയൻ, അതുപോലെ ജോസ് നെല്ലേടം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കൈയുടെ ഞരമ്പ് മുറിച്ച് വിഷം കഴിച്ച് കുളത്തിൽ ചാടി മരിച്ചു. ഈ NM വിജയൻ്റെ മരുമകളും കൈത്തണ്ട മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതിനെല്ലാം കാരണം ഈ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സഹായങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല. ഇവരെ ഉപയോഗിച്ച് പണം തട്ടിപ്പ്, കോടികളുടെ തട്ടിപ്പ് നടത്തി, കോടികളുടെ പണപ്പിരിവ് നടത്തി അവസാനം ഈ പാവപ്പെട്ടവന്മാർ ഗതിയില്ലാതെ യാതൊരുവിധ സഹായവും ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. NM വിജയൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്ന ഗതികേട് ഇവന്മാർ ഉണ്ടാക്കി. ഓർക്കണം, പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്, രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച മണ്ഡലമാണ്. ഇത്രയും ഉദാസീനത ഇതുവരെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന കേക്കച്ചൻ ആ വീട് പോലും ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു എന്നറിഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല. അതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ട് പറയാം എന്ന്. പ്രിയങ്ക ഗാന്ധിയുടെ, ഓർക്കണം, ദേശീയ തലത്തിൽ തന്നെ വളരെയേറെ പ്രസക്തിയുള്ളൊരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. ആ വയനാട് മണ്ഡലത്തിൽ ഇന്ന് ഏറ്റവും പരിതാപകരമായ, നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് കോൺഗ്രസ് പ്രസ്താവിച്ചിരുന്നു, രാഹുൽ ഗാന്ധി 100 വീടുകൾ വെച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. 100 വീടുകൾ പോയിട്ട് 100 ഇഷ്ടിക പോലും അവിടെ ഇതുവരെ ഇറക്കി വെച്ചിട്ടില്ല. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 100ഓളം വീടുകൾ പണിയും എന്ന് പറഞ്ഞു, കോടികൾ പിരിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ഒരു വീടിനുള്ള കുറ്റിയടി പോലും, ഒരു പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും അവിടെ നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ വീടുകളുടെ കാര്യം പറഞ്ഞു, പിരിവ് നടത്തുക കാര്യം പറഞ്ഞു, ഒന്നും അവിടെ നടന്നിട്ടില്ല. അതുപോലെ കേരളത്തിൽ പുനഃസംഘടന നടത്തും എന്നും പറഞ്ഞാണ് മെയ് 11-ന് പുതിയ KPCC പ്രസിഡന്റായി നമ്മുടെ അരമന കുഞ്ഞാടിനെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് പുനഃസംഘടനയ്ക്കാണ് എന്നും പറഞ്ഞ് അദ്ദേഹം വന്നു. എങ്കിലും നാളിതുവരെ ഒന്നും സംഭവിച്ചില്ല. 250 പേരുടെ ലിസ്റ്റുമൊക്കെ തയ്യാറാക്കി ഡൽഹിയിൽ പോയെന്നറിഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. ഇപ്രകാരം ഒരു ജംബോ ലിസ്റ്റ് അംഗീകരിക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഓർക്കുക, CPM, CPI, BJP എല്ലാം അവരെല്ലാം അവരുടെ സംഘടനാ തിരഞ്ഞെടുപ്പുകളും ബാക്കി എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും എല്ലാം നടത്തി അലകും പിടിയും മുറുക്കി അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് ഫേസ് ചെയ്യുവാനുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവർ ആ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇതാ അയ്യപ്പ സംഗമം നടത്തി. ആ ഹൈന്ദവ ജനവിഭാഗത്തെ കയ്യിലെടുക്കുവാൻ വേണ്ടി ഇനി വികസന സദസ്സുകൾ ഇതാ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചു വരുന്നു. അങ്ങനെ അവർ എണ്ണയിട്ട മെഷീൻ പോലെ ഒരു നല്ല നേതൃത്വത്തിൻ്റെ കീഴിൽ ഒരേ മനസ്സും ഒരേ ശരീരവുമായി അവർ പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇവിടെയുള്ള സംഘടനാ സംവിധാനങ്ങളെല്ലാം പാളി. സത്യം പറഞ്ഞാൽ തമ്പാനൂർ രവി പറഞ്ഞതെല്ലാം അച്ചട്ടായി. അദ്ദേഹത്തെ തമ്പാനൂർ രവിയെ നമുക്കൊരു പ്രവാചകൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഓഡിയോ സന്ദേശം ആരും മറന്നുപോകാനിടയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു,
മൂന്നാമതും പിണറായി വരും, ഇടേ നമ്മൾ തോക്കുമടേ എന്ന് അദ്ദേഹം വളരെ കാര്യകാരണ സഹിതം അന്ന് പറഞ്ഞു. അന്ന് ആ സത്യം പറഞ്ഞ തമ്പാനൂർ രവിയെ എടുത്ത് പുറത്തു കളഞ്ഞു. ഇതാ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സംഘടനയാകെ ദുർബലമായി വളരെയേറെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇവരിപ്പോൾ പോകുന്നത്. ഒരു 10 പേരുടെ, കേരളത്തിൽ നിന്നുള്ള ഒരു 10 പേരുടെ ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കി കൊടുക്കുവാൻ ഈ KPCC നേതൃത്വത്തിന് സാധിക്കുന്നില്ല. ഈ ഉന്നതേക്കളെ ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്നില്ല. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ ചെറുപ്പക്കാരനെ അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് 30 ദിവസങ്ങൾ പിന്നിടുന്നു. നാളിതുവരെയായിട്ട് അതിനൊരു പ്രശ്നപരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല. അതിനൊരു പകരക്കാരനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഒരു പകരക്കാരൻ എന്നൊരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. പരാതിക്കാരില്ല, FIR ഇല്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മരമുറിക്കൊള്ളക്കാരന്മാരുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരുന്നതല്ലാതെ മറ്റു യാതൊരു പുരോഗതിയും ആ കേസിൽ ഇല്ല. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ എടുത്ത പദവികൾ നൽകി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ നാളിതുവരെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നോക്കുക, കസ്റ്റഡി മരണം, ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പല സ്ഥലങ്ങളിലും സമരം നടത്തുവാൻ നോക്കി, എല്ലാം പൊട്ടിക്കേറിപ്പോയി. നിയമസഭയിൽ തന്നെ നോക്കുക, 2-3 യുവ MLA-മാരുടെ നേതൃത്വത്തിൽ ഇവർ സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം അവന്മാർ സത്യാഗ്രഹമൊക്കെ നിർത്തി വീട്ടിൽ പോയി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ സകല പരിപാടികളും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തകർക്കുമായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്ന ഒരു വിഷയങ്ങളിൽ പോലും ഇവർക്ക് ഒരു ചലനങ്ങളും സൃഷ്ടിക്കുവാൻ സാധിച്ചില്ല, ഒരു പ്രതിഷേധങ്ങളും നടത്തുവാൻ സാധിച്ചില്ല. എല്ലാം ചീറ്റിപ്പോയി. ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനമാകെ ആടി ഉലഞ്ഞു നിൽക്കുന്നു. KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് മിടുക്കനായ ഒരു നേതാവില്ല. പ്രതിപക്ഷ നേതാവാണെങ്കിൽ നിയമസഭയിൽ മാപ്പ് പറഞ്ഞ് നാണം കെട്ട് നാറ് നിൽക്കുന്നു. അതുപോലെ പരവൂരിലുണ്ടായ ലൈംഗിക അപവാദ കേസിന്റെ സൂത്രധാരനും കേക്കച്ചനാണെന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. അയാളാകെ അങ്കലാപ്പിലാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ സംഘടനാ സംവിധാനങ്ങളാകെ ദുർബലമായി കോൺഗ്രസ് ദിനം പ്രതി വീക്കായി വരുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടുന്ന ഈ ഒരു അവസ്ഥയിൽ ഒരു കപ്പിത്താൻ ആടി ഉലഞ്ഞു നിൽക്കുന്ന ടർബുലൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടുന്ന കപ്പിത്താനായ രാഹുൽ ഗാന്ധി അപകടകരമായ ഒരു ആറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹവും കുടുംബവും വയനാട്ടിൽ വന്ന് സുഖവാസ കേന്ദ്രത്തിലാണ്. അവർ എൻജോയ് ചെയ്യുകയാണ്, അവർ ടൂർ മൂഡിലാണ്. മറ്റേ തീവട്ടികൾ പിണറായി വിജയന് 3ാമതും ഭരണമൊരുക്കുവാൻ ഈ പ്രസ്ഥാനത്തെ അടിപടലം വിറ്റ് അതിനുള്ള ഓരോ ദിവസവും ഈ പ്രസ്ഥാനത്തെ ശിഥിലമാക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതൊന്നും കാണുവാൻ, ശ്രദ്ധിക്കുവാൻ രാഹുൽ ഗാന്ധിക്കോ ആ ഗാന്ധി കുടുംബത്തിനോ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗാന്ധി കുടുംബം ടൂർ മോഡിൽ, തീവട്ടികൾ അട്ടിമറി മോഡിൽ എന്ന് ഞങ്ങൾ തലക്കെട്ടിൽ തന്നെ പറഞ്ഞത്. ഇപ്രകാരമുള്ള ഒരു അവസ്ഥ തുടർന്നാൽ ഈ ജനങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. മുസ്ലിം ലീഗ് ഓൾറെഡി തന്നെ കൃത്യമായ വാണിംഗ് നൽകിക്കഴിഞ്ഞു. ഇപ്രകാരം പോയാൽ UDF എന്ന് പറയുന്ന സംവിധാനം തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.